പത്തമ്മ ചമഞ്ഞു വന്നാലും പെറ്റമ്മയോളം ഒക്കുകയില്ല എന്ന് നമ്മുടെ പൂർവികർ കൊണ്ടുവന്ന ആ ഉദ്ധരണി അതെത്ര അർത്ഥവത്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് വന്ന വാർത്തകൾ കേൾക്കുമ്പോഴാണ്. അസംബ്ലി വഴിയായിട്ട് ഒരു നിയമമായി നിലവിൽ വന്നതാണ് ശിശുക്ഷേമ സമിതി. ആ സമിതിക്ക് ഒരു അധ്യക്ഷനുണ്ട്. ആരാണ് ആ അധ്യക്ഷൻ എന്നല്ലേ? അത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് അധ്യക്ഷൻ. എന്ന് വെച്ചാൽ ആ ശിശുക്ഷേമ സമിതി അത്ര പ്രധാനപ്പെട്ട ഒരു സമിതിയാണ് എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു ശിശുക്ഷേമ സമിതി, 103 ആയമാരുള്ള ശിശുക്ഷേമ സമിതി. അവിടെ 101 കുട്ടികളാണുള്ളത്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരായ എന്ന രീതിയിൽ ആയമാർ അവിടെ ഉണ്ട്. അതുകൂടാതെ സമിതിയുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി അവിടെ സെക്രട്ടറി ഉണ്ട്, മറ്റ് ഒരു പറ്റം ഉദ്യോഗസ്ഥരും കാണും. അങ്ങനെയൊക്കെയുള്ള ശിശുക്ഷേമ സമിതിയിലാണ് ആരുടെയും ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള ഈ വാർത്ത നാം കേൾക്കുന്നത്. വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഈ 2.5 വയസ്സുകാരിയും അതിൻ്റെ ചേച്ചി 5 വയസ്സുകാരിയും അവിടെ എത്തിയിട്ട്. അമ്മ മരിച്ചുപോയി. അച്ഛൻ ഒരു പക്ഷേ ഈ 2 കുട്ടികളോടും ജസ്റ്റിസ് കാണിക്കാൻ തനിക്ക് കഴിയുന്നില്ല എന്ന സങ്കടം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്ത് കാരണവുമാകട്ടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ നാം അറിയുന്നത്. അങ്ങനെ അനാഥരാക്കപ്പെട്ട 2 കുരുന്നുകൾ ഇവിടെ അഭയം പ്രാപിക്കുന്നു. അങ്ങനെ അഭയം പ്രാപിക്കുന്നവരെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരിക, അതിനു വേണ്ടിയാണ് അമ്മയെപ്പോലെ നോക്കി സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നതിനാണ് ഈ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ ഇത്രയധികം ഒരു കുട്ടിക്ക് ഒരു ആയ എന്ന രീതിയിൽ തന്നെയാണ് അവിടെ ആയമാരെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു കുഞ്ഞിനല്ല, പല കുഞ്ഞുങ്ങളും ഇതുപോലെയുള്ള മുറിപ്പാടുകളുമായി, ഇതുപോലെയുള്ള ആരോടും പറയാൻ പറ്റാത്ത, പറഞ്ഞാൽ അതിനേക്കാൾ ക്രൂരമായ ശിക്ഷ അവർക്ക് തന്നെ കിട്ടുന്നുണ്ടാകണം. അങ്ങനെയാകുമ്പോൾ അവർ അത് പുറത്തു പറയില്ല, പിന്നെ ആരും ശ്രദ്ധിക്കാറില്ല. അനാഥരെ ആര് ശ്രദ്ധിക്കാനാണ്? അങ്ങനെ പോകുന്ന കുഞ്ഞുങ്ങളാണ് അവിടെ ഉള്ളത് എന്നതിൻ്റെ തെളിവാണ് ഈ 2.5 വയസ്സുകാരിയുടെ പുറത്തറിയാൻ വന്നത്. മൂത്രാശയത്തിൽ തന്നെ മുറിവേൽപ്പിച്ചിരുന്നു എന്നിരിക്കെ പോലും അത് പുറത്തറിയുന്നത് കുട്ടിയെ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുമ്പോഴൊക്കെ അതിഭയങ്കരമായിട്ട് കരഞ്ഞത് അങ്ങനെയാണ് അത് പുറത്തറിയുന്നത്, വേറൊരായി അറിയുന്നത്. അങ്ങനെ പല ആയമാരറിഞ്ഞ് പരസ്പരം പറഞ്ഞായിരിക്കണം അവസാനം ഇത് പൊതുവേദിയിൽ എത്തുന്നത്. അങ്ങനെ പൊതുവേദിയിലെത്തി ഇതൊരു ചർച്ചാ വിഷയമായി കഴിഞ്ഞപ്പോഴാണ് ഈ ആയമാരെ പിരിച്ചുവിടുന്നതും മറ്റും. അപ്പം ഇങ്ങനെ ഇത് പുറത്തറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതേ ആയ തന്നെ ഇതുപോലെ മുറിവേൽപ്പിച്ച് നിരവധി കുഞ്ഞുങ്ങളെ ഈ അവസ്ഥയിൽ തന്നെ ആയിരിക്കണം കാലാകാലങ്ങളായിട്ട് ഇത്തരം ആയമാരവിടെ ജോലി ചെയ്യുന്ന കാലത്തൊക്കെ ഇതുപോലെ കരഞ്ഞുകൊണ്ട് ഒക്കെ ആയിരിക്കണം കുഞ്ഞുങ്ങൾ അവിടെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരം, എന്ത് തരം ആഹാരമായിരിക്കും ഇവർക്ക് കിട്ടുക? ശിശുക്ഷേമ സമിതിയിലെ ശിശുക്കളായതുകൊണ്ട് തന്നെ അവരുടെ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പോഷക സമൃദ്ധമായ ആഹാരം തന്നെ കൊടുക്കണമെന്നുണ്ട്. തന്നെയുമല്ല, നമ്മളിതാ ഇപ്പോൾ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോള് ഈ 2030 ആകുമ്പോഴത്തേക്കും മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ എത്തണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 2ാമത്തെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തെ എവിടെയും പോഷക ദാരിദ്ര്യമുള്ളവർ ഉണ്ടാകരുത് എന്നാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ പോഷക സമൃദ്ധിയെ പറ്റി നാം ആകുലപ്പെടേണ്ട സമയമാണ് ഇപ്പോൾ. കാരണം ഇതുപോലെ വേദനിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ശാരീരിക ദണ്ഡനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നവർ ഉള്ള ഒരു സ്ഥലത്ത്, അത്തരം ആയമാർ നോക്കുന്ന ഒരു സ്ഥലത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോഷകാഹാരം അതെവിടെ പോകുന്നുണ്ടാകും എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. എൻ്റെ ഓർമ്മ, ഞാൻ ഒരു പഴയ ഒരു ഓർമ്മയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതായത് ഞാൻ യൂണിവേഴ്സിറ്റി വിമൻസ് ഹോസ്റ്റലിൽ റെസിഡൻറ്റ് ട്യൂട്ടറായിരുന്ന കാലത്ത് അവിടെ കുട്ടികളുടെ പാചകവും പാചകത്തിന് മാത്രമായിട്ട് അടുക്കളയിൽ 21 പാചകക്കാരികളുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം സംശയം തോന്നി പിടിച്ചപ്പോഴാണ് ഓരോ പാചകക്കാരിയും 3 പാചകക്കാരികൾ വെച്ച് ഒരു ദിവസം ഓഫായിരിക്കും. 21 പേരുണ്ട്, 7 ദിവസം. അപ്പോൾ 7 3 21. അങ്ങനെ 3 പാചകക്കാരികൾ ഒരു ദിവസം ഓഫായിട്ട് അവർ വിശ്രമത്തിന് വീട്ടിൽ പോകുന്നു. അങ്ങനെ പോകുന്ന പാചകക്കാരി അവൾക്ക് ഒരാഴ്ച കഴിക്കാനുള്ള എണ്ണ പോലെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് അത് അടിവസ്ത്രത്തിൽ വരെ കയറ്റി വച്ചും
ഒക്കെ എണ്ണക്കുപ്പിയൊക്കെ അരഞ്ഞാണത്തിൽ തൂക്കിയിട്ട് എണ്ണക്കുപ്പി കൊണ്ടുപോകുന്നതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ആ ഹോസ്റ്റലിൽ. അപ്പൊ അങ്ങനെ മോഷണം നടത്താൻ പ്രാപ്തരായ ആയമാരാണോ ഇവരും എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന പോഷകാഹാരം, ആ പോഷകാഹാരം ഈ കുഞ്ഞുങ്ങളാണോ കഴിക്കുന്നത് അതോ ഈ ആയമാരുടെ വീട്ടിലുള്ളവരാണോ കഴിക്കുന്നത് എന്ന് പോലും അപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. ആയമാര് പകല് ഡ്യൂട്ടിയുള്ള ആയ രാത്രിയിൽ വീട്ടിൽ പോകുന്നു, രാത്രി ഡ്യൂട്ടിയുള്ള അതായത് പകലും രാത്രിയും ഷിഫ്റ്റ് മാറി മാറി വരുന്നുണ്ടാകും. അതിലേക്ക് ഇവരെ പ്രേരിപ്പിക്കാനുള്ള ഒരു ഘടകവും കൂടിയുണ്ട് എന്ന് ഓർക്കണം. ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം, അത് ഞാൻ നോക്കിയപ്പോൾ ഈ ആയമാർക്ക് കൊടുക്കുന്ന ശമ്പളം വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പകല് 12 മണിക്കൂർ ജോലി എടുക്കുന്ന ഒരായക്ക് കൊടുക്കുന്നത് 625 രൂപ ശമ്പളമാണ്. 12 മണിക്കൂർ ജോലി എടുത്തിട്ടാണെന്ന് ഓർക്കണം. ഓർമ്മിക്കുക, ഇപ്പൊ നമ്മുടെ വീട്ടു ജോലിക്ക് ഒരു ജോലിക്കാരിയെ വിളിച്ചാല് 3-4 മണിക്കൂർ തട്ടിയും മുട്ടിയും കഴിഞ്ഞിട്ട് കടന്നു പോകുമ്പോൾ 500, 600, 700 രൂപയൊക്കെ നമ്മൾ കൂലി കൊടുക്കണം. അങ്ങനെയുള്ള സ്ഥാനത്താണ് ഈ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ആയ 12 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്തിട്ട് അവരെന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരുടെ വീട്ടിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവരിവിടെ എൻഗേജ്ഡ് ആണ്. അങ്ങനെയുള്ളവർക്ക് ഈ 625 രൂപ പകലും 675 രൂപ രാത്രിയിലും എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. അവർക്ക് 1000 രൂപയിൽ കുറയാത്ത കൂലി പകലും രാത്രിയിൽ അതിനേക്കാൾ കൂടുതൽ കൂലിയും കൊടുക്കണം. നോക്കൂ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 30-35 ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുകയാണ്. അവര് വന്ന് ജോലി ചെയ്തില്ല. അതായത് കേരളത്തിലെ ജോലിക്കാരുടെ മടി മുഴുവനും, അലസത മുഴുവനും ഈ പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളും പഠിച്ചിരിക്കുകയാണ്. അവർ വന്ന് ചെയ്തു പോകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന 1000-1200 രൂപ കൂലിയാണെന്ന് ഓർക്കണം. പകല് ഏതാനും മണിക്കൂർ ജോലി ചെയ്തിട്ട് പോകുമ്പോൾ 1200 നിൽക്കില്ല. ഈ കേരളത്തിൽ മലയാളികളാണ് പണിക്ക് വരുന്നതെങ്കിൽ അവർക്ക് 8 മണിക്ക് വന്ന് 2 മണിക്ക് ഉടുത്തൊരുങ്ങി തിരിച്ചു പോകുമ്പോഴേക്ക് 1400 രൂപ കൂലി കൊടുക്കണം. അത് പുരുഷന്മാർക്ക് അങ്ങനെ കൂലി കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ആയമാർക്ക് ഇങ്ങനെ കൂലി കൊടുക്കുന്നത്? ഇവിടെയും ജെൻഡർ ഡിഫറൻസ് ആണോ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. ഇങ്ങനെ കൂലി കൊടുക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സ് അലോസരപ്പെടുന്നു. എന്തുകൊണ്ട് അലോസരപ്പെടുന്നു? അവരുടെ വീട്ടിലെ ഒരു കാര്യവും അവർക്ക് നോക്കാൻ പറ്റില്ല. പകല് അവരിവിടെയാണ്. ഇനി രാത്രിയിലാണെങ്കിലോ അവരുടെ വീട്ടിലെ സ്വസ്ഥതയോ കുടുംബത്തിന്റെ കാര്യങ്ങളോ നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിനുവേണ്ടി 675 രൂപയെ കൂലിയുള്ളൂ എന്ന് ഓർക്കണം. അതിന് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള കൂലി, അതായത് പുറത്ത് പകല് ജോലിക്ക് പോയി ഏതാനും മണിക്കൂർ ചെയ്യുന്ന പുരുഷന്മാർക്ക് 1400 രൂപ വരെ കൂലി കൊടുക്കുമ്പോഴാണ് ഈ സ്ത്രീകൾക്ക് 675 രൂപ. എന്തുകൊണ്ടാണ് ഈ വനിതാ കമ്മീഷൻ ഒന്നും ഇത് ശ്രദ്ധിക്കാത്തത് എന്ന് ഞാൻ അത്ഭുതം കൂറിപ്പോവുകയാണ്. അപ്പൊ ഈ കൂലി തീർച്ചയായിട്ടും തെറ്റാണ്. ഈ കൂലി പോരാ. ഇത് വളരെ ജെൻഡർ അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയാണ് ഇത്ര ചെറിയ കൂലി. എന്ത് കൊടുത്താലും ഇവിടെ ആൾക്കാരെ കിട്ടുമെന്നുള്ള ധാരണ കൊണ്ടായിരിക്കും. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ സ്ത്രീകൾ ചെയ്തതോ കൂലി ഒന്നുമില്ലാതെയാണ് ഒരു ശിശുവിനെ പരിരക്ഷിക്കുന്നത് എങ്കിൽ പോലും ഒരു കാരണവശാലും ഒരു അമ്മയായ സ്ത്രീയിൽ നിന്ന്, അഥവാ മാതൃത്വത്തിന്റെ പ്രായത്തിലെത്തിയ ഒരു സ്ത്രീയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നതല്ല ഇത്ര ക്രൂരമായ കൃത്യങ്ങള്. അപ്പൊ ഇവർക്ക് ശമ്പളം കൊടുത്തത് കുറഞ്ഞു പോയി എന്നുള്ളത് ഞാൻ സൈഡ് പറഞ്ഞതാണ്. ഈ ജോലി ഈ ഏറ്റെടുത്തിരിക്കുന്ന ജോലി, ആ ജോലിയോട് അവർ ആത്മാർത്ഥത പുലർത്തിയില്ല. അവർക്കൊരു മാതൃഹൃദയമില്ല. അതായത് പോറ്റമ്മയാണെങ്കിൽ പോലും ഒരമ്മയുടെ ഹൃദയം അവർക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ നോക്കി വളർത്താൻ അവർക്ക് പറ്റുകയുള്ളൂ. അപ്പൊ ഈശ്വരൻ തന്നെയാണ് ഞങ്ങളുടെ കൈകളിലേക്ക് ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ചിന്താധാരയോടുകൂടി അവരെ പരിചരിക്കുകയും അവർക്ക് ആഹാരം കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും അവരെ പരിലാളിക്കുകയും അവരെ കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം, അതാണ് ഈ ആയമാർക്ക് വേണ്ടത്. അങ്ങനെ എത്ര ആയമാർക്ക് കാണും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ആയമാർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊക്കെ ഇത്തരം ആയമാർ ഈ കുഞ്ഞിനെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നുള്ളി നോവിച്ചു എന്ന് പറയുന്ന ആ സ്ത്രീയെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? കുട്ടിക്കാലത്ത് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥൻ ഒരു കരുണാകരൻ മാഷ് ഉണ്ടായിരുന്നു. കരുണാകരൻ മാഷ് കൊടുത്തിരുന്ന ശിക്ഷ ഞാൻ ഓർക്കുകയാണ്. കൈനഖത്തില് അഴുക്കുമായി വരുന്നവരെ സാർ എല്ലാവരോടും പറയാറില്ല. പക്ഷെ അവർ കുട്ടികൾ സാധാരണ രീതിയിൽ കൈനഖം മുറിച്ചു കളയില്ല. അത് മാത്രമല്ല, നഖത്തിനിടയ്ക്ക് എല്ലാം അഴുക്കിരിക്കും. അപ്പൊ വൃത്തിബോധം ഉണ്ടാക്കാൻ വേണ്ടി മേശപ്പുറത്ത് കൈ വെച്ചിട്ട് ആ കൈനഖത്തേല് റൂൾ തടി കൊണ്ട് ഇടിക്കുമായിരുന്നു. ആ റൂൾ തടി കൊണ്ടുള്ള ഇടി നല്ല വേദനയാണ്. പിന്നെ ഒരിക്കലും കുട്ടി കൈനഖം വെട്ടാതെ ക്ലാസ്സിൽ വരില്ല. കാരണം ഈ ഇടി കിട്ടുമെന്നറിയാം. അതുപോലെ ഇവർക്കും കൃത്യമായ ശിക്ഷ കൊടുക്കുക.
റൂൾ തടി കൊണ്ടുള്ള ശിക്ഷയല്ല, ഇവരൊരിക്കലും മറക്കാത്ത ശിക്ഷ. അവരെ പിന്നെ ആ ജോലിയിലേക്ക് എടുക്കരുത്. അത് മാത്രവുമല്ല, അവർക്ക് മാതൃകാപരമായ ശിക്ഷ ഏത് തരത്തിലുള്ളത് കൊടുക്കാമോ അത്തരം ശിക്ഷ കൊടുക്കണം. ലോകത്ത് ഒരു സ്ഥലത്തും കുഞ്ഞുങ്ങളോട് ഇത്ര ക്രൂരമായ രീതിയിൽ ആ മാതൃത്വത്തിന്റെ, അതായത് 45 വയസ്സ് 49 വയസ്സ് ഈ തരത്തിൽ പ്രായമുള്ള സ്ത്രീകളാണ്, അതായത് അവർക്ക് പേരക്കുട്ടികൾ ഉണ്ടാകത്തക്ക രീതിയിൽ പ്രായമായ സ്ത്രീകൾ, അങ്ങനെയുള്ള സ്ത്രീകൾ ഇത്ര ക്രൂരമായി ഈ കുഞ്ഞിനോടല്ല അവിടുത്തെ എല്ലാ കുഞ്ഞുങ്ങളോടും ഇതിനു മുമ്പുള്ള കുഞ്ഞുങ്ങളോടും ഒക്കെ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആയമാർ തന്നെ പുറത്തു വന്നിട്ടുള്ളത്. ചിലരെങ്കിലും കാണുമല്ലോ മനസാക്ഷി മരവിക്കാത്തവർ, അമ്മയുടെ ഹൃദയമുള്ളവർ, സ്വന്തം കുഞ്ഞുങ്ങളെ നന്നായി നോക്കുന്നവർ. അപ്പൊ അത്തരക്കാരിൽ നിന്നാകാം ഇത്തരം സത്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് അറിഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇവർക്കൊന്നും അവിടെ പുനർ അപ്പോയിന്റ്മെന്റ് കൊടുക്കരുത് എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ, അവർക്ക് അവരുടെ നിയമമുണ്ട്, അവരുടെ തലോടലുണ്ട്. ഇപ്പോൾ തന്നെ 2023 25,000 പേരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പോലും അല്ലാതെ ജോലിയിൽ ആക്കിയവരാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതായത് PSC ഒക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒന്നാന്തരം മിടുക്കരായ കാൻഡിഡേറ്റ്സ് PSC വഴി അപ്ലൈ ചെയ്ത് നോക്കിയിരിക്കുമ്പോഴാണ് പാർട്ടിയെ താങ്ങി നടത്തുന്ന 25,000 പേരെ 2023 തന്നെയാണ് 25,000 പേരെ അപ്പോയിന്റ് ചെയ്തത് എന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടി, അങ്ങനെയൊക്കെ വരുന്നവരാകാം ഇത്തരക്കാരും ഒക്കെ. അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ ഒരു തരത്തിലും ആത്മാർത്ഥത നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ശിശുക്ഷേമ സമിതിയിൽ ശിശുക്കളെ നോക്കാനെങ്കിലും വയ്ക്കുന്നവർ മാതൃഹൃദയം എന്ന് ഇപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, 10 അമ്മ ചമഞ്ഞു വന്നാലും പെറ്റമ്മയ്ക്ക് ഒക്കുകയില്ലെന്ന്. അത് ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും ഇതൊരു ശിശുവാണ്. ഈ ശിശുവിനോട് ചെയ്യാവുന്ന ക്രൂരത ഇത്ര മാത്രമേ പാടുള്ളൂ, ഇതിൽ കൂടുതലാകാൻ പാടില്ല എന്നെങ്കിലും മനസാക്ഷിയോടെ ചിന്തിക്കുന്ന തരത്തിലുള്ള സ്ത്രീകളെ വേണം ഇത്തരം ജോലിയിലേക്ക് വെക്കാനായിട്ട്. ഇവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. അതുപോലെ കൊലക്കുറ്റം, അവരുടെ യൂണിയന്റെ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ഒരാള്, അയാൾ കൊലക്കുറ്റത്തിന് പിടിക്കപ്പെട്ട ആളാണ് എന്ന് കൂടി കേൾക്കുമ്പോഴാണ് നമുക്ക് ഭയം തോന്നുന്നത്. ഇത് മാത്രമേ ഈ ശിശുക്ഷേമ സമിതിയിൽ നടക്കുന്നുള്ളൂ. ഓർമ്മിക്കണം, നമ്മൾ 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള 48ഓളം കുട്ടികളും ബാലികാ മന്ദിരത്തിലുണ്ട് ഇതിനോട് അനുബന്ധമായി തന്നെ. അപ്പോൾ ഈ 103 കൊച്ചു കുട്ടികളുണ്ട്. അതുപോലെ ഈ 48ഓളം ബാലികാ മന്ദിരത്തിൽ താമസിക്കുന്ന 6 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ളവരുമുണ്ട്. ഇവരുടെയൊക്കെ സുരക്ഷ ആരുറപ്പുവരുത്തും? സുരക്ഷ ലഭ്യമല്ല. അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് പുറം ലോകം അറിയുമോ? അതുപോലെ തന്നെ സമിതിക്ക് ഡയറക്ടറും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഇവരുടെ ആഹാരം, ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരം, അതുപോലെ തന്നെ ബാലികാ മന്ദിരത്തിലുള്ളവർക്ക് കൊടുക്കുന്ന ആഹാരം ഒക്കെ കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിന് അവരുടെ വികസന സമിതിയുടെ ബോർഡോ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ചാൽ അത് പോയി നിരീക്ഷിക്കണം. അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് നടത്തണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുപോകുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കാനായിട്ട് എത്തിച്ചിരിക്കുന്ന സാധനങ്ങൾ കുട്ടികൾക്ക് തന്നെ ലഭിക്കുന്നുണ്ടോ? അതോ ഈ 103 ഒരു കുട്ടിക്ക് ഒരായ എന്ന രീതിയിലുണ്ടല്ലോ ഈ ആയമാരുടെ വീടുകളൊക്കെ സുഭിക്ഷമായിട്ട് ആഹാരം കഴിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ പട്ടിണിക്ക് ഇട്ടുകൊണ്ടാണ്. ഇതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നോക്കേണ്ടത്. ഓർമ്മിക്കുക, നമ്മുടെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ, അതായത് പോഷകാഹാര ദാരിദ്ര്യമില്ലാത്ത ഒരു ലോകം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഇതുപോലെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് പോഷക ദാരിദ്ര്യമില്ല, അവർ പോഷക സമൃദ്ധമായിട്ട് വളരുന്നു. എങ്കിൽ മാത്രമേ ബുദ്ധിയും ശാരീരിക ക്ഷമതയും ഒക്കെ വികസിച്ചു വരികയുള്ളൂ. പോഷക ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ മാത്രം, പോഷക സമൃദ്ധമായാൽ മാത്രം. അതിനുവേണ്ടിയാണ് കുട്ടികൾക്ക് ഒരു മെനു കാണും. ആ മെനു അനുസരിച്ച് അവർക്ക് കിട്ടുന്നുണ്ടോ, അതനുസരിച്ച് അവിടെ സപ്ലൈ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ ചെലവഴിക്കപ്പെടുന്നോ, ആ കുഞ്ഞുങ്ങളുടെ ഉദരത്തിൽ തന്നെ പോകുന്നുവോ, അവരുടെ മാനസികമായും ശാരീരികവുമായ വളർച്ചയിലേക്ക് ഈ ആയമാരുടെ പ്രവർത്തനവും ആഹാരവും ഒരുപോലെ പൂരകങ്ങളായിട്ട് ചെല്ലുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചിട്ടയോടുകൂടി അന്വേഷിക്കാൻ, അതായത് സ്ഥിരമായ രീതിയിൽ അന്വേഷിക്കാനും നടപടികൾ എടുക്കാനുമുള്ള ഒരുക്കങ്ങൾ ശിശുക്ഷേമ സമിതിയിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ആ കുഞ്ഞുങ്ങളുടെ ശാപം അത് വലിയ ശാപമായിരിക്കും ഈ സംസ്ഥാനത്തിന് മേൽ, അതായത് അവരെ നോക്കുന്ന ആയമാരുടെ മേൽ, ഇവിടുത്തെ എല്ലാ അമ്മമാരുടെയും മേൽ വന്നു പതിക്കാവുന്ന ശാപമാണ് അനാഥരായ ശിശുക്കളുടെ ശാപം. ഇത്തരം ഒരു ദുഃഖകരമായ സാഹചര്യം ഇനിയും സൃഷ്ടിക്കപ്പെടാതിരിക്കാനായിട്ട് ആയമാർക്ക് ട്രെയിനിങ് കൊടുക്കുക.
അതായത് കുഞ്ഞുങ്ങളെ എങ്ങനെ പരിപാലിക്കണം, അവർക്ക് ആഹാരം ഏത് തരത്തിൽ കൊടുക്കണം, ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുകയല്ല വേണ്ടത്. അവർ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ആഹാരത്തിന്റെ പാചകം ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതുപോലെ എങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെ പറ്റിയെല്ലാം, ആഹാരത്തിന്റെ കോമ്പിനേഷൻ എന്തായിരിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും അവർക്ക് ഒരാഴ്ച ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് കൊടുത്തതിന് ശേഷം മാത്രമേ ആയമാരെ അപ്പോയിന്റ് ചെയ്യാവുള്ളൂ. ആയമാരെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാമായി എന്ന് വിചാരിക്കാതെ കൃത്യമായ നിരീക്ഷണം നടത്തണം. കുട്ടികൾക്ക് തന്നെ ഈ ആഹാരം എത്തുന്നുണ്ടോ, കുട്ടികളിൽ തന്നെ 5 വയസ്സുകാർക്കൊക്കെ അറിയാം എന്താ കിട്ടിയത് എന്ന്. കൃത്യമായിട്ട് അവരോട് തന്നെ രഹസ്യമായിട്ട് അന്വേഷിക്കണം ആഹാരം കിട്ടുന്നത് എങ്ങനെ. അതുപോലെ തന്നെ ഈ ആയമാര് ജോലി നിർത്തി പോകുമ്പോൾ അവരെ പരിശോധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അവരെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആഹാരം പൊതിഞ്ഞു കെട്ടി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണോ എന്നറിയാൻ വേണ്ടിയുള്ള, അതുപോലെ ഒരു CCTV ക്യാമറ, ഒന്നിലധികം CCTV ക്യാമറ ഈ ശിശുക്ഷേമ സമിതിയുടെ ചുറ്റുവട്ടത്തിൽ ഉണ്ടാകണം, ഫ്രണ്ടിലും ചുറ്റുവട്ടത്തിലും. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ആരൊക്കെ വരുന്നു, ഇപ്പൊ വീട്ടിൽ പോകുമ്പോൾ അവിടെ കൊണ്ടുവരുന്ന സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന നിരീക്ഷണ ക്യാമറയിൽ പിടിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒബ്സർവ് ചെയ്യുന്നു എന്ന് വെച്ചാൽ മറ്റേതെങ്കിലും വശത്തോടെ അവിടെ ആൾക്കാർക്ക് വന്ന് മതിലിന്റെ മോളിൽ കൂടെ എറിഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെ ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, റെസിഡന്റ് ട്യൂട്ടറായിട്ടിരിക്കുമ്പോൾ. അതൊക്കെ ഞങ്ങൾ പ്രിവെന്റ് ചെയ്തിട്ടുണ്ട് അന്ന്. അതുപോലെ ഇവിടെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തില് എന്ത് വേണമെങ്കിലും, എന്തുമാത്രം ക്രൂരകൃത്യങ്ങൾ വേണമെങ്കിലും, എന്തുമാത്രം മോഷണം വേണമെങ്കിലും നടത്താൻ ഒരു മനക്ലേശവും കാണില്ല ആൾക്കാർക്ക്. അങ്ങനെയുള്ളവരെ കുടുക്കാനാണ് CCTV ക്യാമറകൾ വെക്കുക. ആര് വന്നു പോകുന്നു, എന്തൊക്കെ കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള നിരീക്ഷിക്കാനുള്ള അവസരം ഉണ്ടാവുക. അങ്ങനെ വേണ്ടത്ര മുൻകരുതൽ എടുക്കുമ്പോൾ മാത്രമേ ഈ ശിശുക്ഷേമ സമിതിയിലെ അനാഥരായ കുഞ്ഞുങ്ങളെ അനാഥരാക്കി വിടുകയല്ല, നാം അവരെ സനാഥരാക്കി കാത്തുരക്ഷിക്കുന്നു, അവർക്കൊരു ജീവിതം കൊടുക്കുന്നു, അവര് ആരോഗ്യവും ബുദ്ധിയുമുള്ള ഒരു ജനതയായി വളർന്നു വന്ന് കേരള ജനതയുടെ കൂടെ സമ്മേളിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്.